Hi dears, welcome back to our family. അപ്പം ഞാനിന്ന് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീഷോ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി ഇത് കുറച്ച് കുർത്തീസാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇത് ഓഗസ്റ്റിൽ ഓർഡർ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ എനിക്ക് ഇതൊരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഓപ്പൺ ചെയ്തില്ല, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതായതുകൊണ്ടിട്ട് ഇതൊരു ഓപ്പൺ ചെയ്തില്ല. സോ അന്ന് എനിക്ക് സ്മോൾ സൈസ് ആയിരുന്നു. സോ സ്മോൾ സൈസിലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബേബി ബമ്പായി, അതുപോലെ കുറച്ച് വണ്ണം വെച്ച്, അതുകൊണ്ട് ഇതെനിക്ക് കറക്റ്റ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇടാൻ പറ്റുമെങ്കിൽ ഇട്ട് കാണിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ കാണിച്ചു തരാം. എന്നിട്ട് ആർക്കെങ്കിലും കൊടുക്കാം, അരിയത്തിക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ആദ്യം നമുക്കിപ്പോൾ റിവ്യൂ ചെയ്യാം. പിന്നെ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വരാം. ഇന്നാൾ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോയപ്പോഴത്തേനും ആരായിട്ട് കമൻറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എന്താ ഇടാത്തത്. കാര്യം ഞാനിത് ഷോർട്സിൽ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഇടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ലോങ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാത്തത്. സോ ഞാൻ ഓടിപ്പോയി ഓപ്പൺ ചെയ്തിട്ട് ഇതാ വരുന്നു. ഇത് 4 എണ്ണം ഉണ്ട് കേട്ടോ, ഇതാ വരുന്നു. അപ്പോൾ ഇതേണ്ട് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് 4 എണ്ണമാണ് കേട്ടോ ഉള്ളത്. ഭയങ്കര കോയിൻസിഡൻസ് എന്ന് പറയാം. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ 2 ബ്ലാക്ക് 2 ലൈറ്റ് ഗ്രീൻ പോലെ വരുന്ന കളേഴ്സും ആണ് കേട്ടോ വരുന്നത്. ആക്ച്വലി ഇത്രയല്ല ഞാൻ വാങ്ങിയത്, 3-4-5 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ 2-3 എണ്ണം അമ്മ പോയപ്പോൾ അമ്മയ്ക്ക് കുറച്ച് കൊടുത്തു വിട്ടു, പിന്നെ സിസ്റ്ററിന് കൊടുത്തു. അതുകൊണ്ടിട്ടാണ് കുറഞ്ഞു പോയത്. പിന്നെ ഈ 4 എണ്ണം ഞാൻ എടുക്കാൻ വെച്ചിരുന്നതാണ്. അതുകൊണ്ടിട്ടാണ് ഈ 4 എണ്ണം എൻ്റെ കയ്യിൽ ഇപ്പോൾ വന്നത്. സോ എന്തായാലും എനിക്ക് കണ്ടന്റ് ഭയങ്കര ക്ഷാമമാണ്. ഇനി അങ്ങോട്ട് ട്രാവലിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ വെച്ചാൽ എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓപ്പൺ ചെയ്യാത്ത കുറേ ഐറ്റംസ് ഇത് കണക്കിരിപ്പുണ്ട്. നിങ്ങൾക്ക് ഇനി എന്തിൻ്റെയെങ്കിലും റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിരുന്നാൽ മതി. ഞാൻ അതനുസരിച്ച് ഓർഡർ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ, വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാനിത് ഓരോന്നോരോന്ന് എനിക്ക് തോന്നുന്നു എനിക്കിത് കറക്റ്റ് ആയിരിക്കും എന്ന് തോന്നി. ചെറിയ ടൈറ്റ് കാണും. ഞാൻ ഇട്ടുകൊണ്ട് വന്നിട്ട് ഞാൻ ഓരോന്നോരോന്നിൻ്റെ റിവ്യൂ ആയിട്ട് പറയാം. എന്തൊക്കെയാണ് റേറ്റ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. വീട്ടിലാരും ഇല്ല, ഞാനും അനിയത്തിയും കാശി ബേബി മാത്രമേ ഉള്ളൂ. ദേവിക്ക് എക്സാം ആയതുകൊണ്ട് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേബിന് ഞാൻ ലാപ്പിനകത്ത് കാർട്ടൂൺ വെച്ച് കൊടുത്ത് അകത്ത് ഇരുത്തിയേക്കാണ്. കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. സോ ബഹളാക്കുന്നതിന് മുമ്പിട്ട് ഞാൻ വീഡിയോ തീർക്കാൻ വേണം. സോ ഞാൻ പെട്ടെന്ന് ഇട്ടിട്ട് ഇതാ വരുന്നു. അപ്പം ഞാൻ ഡ്രസ്സ് വേറെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞാണെങ്കിൽ എനിക്ക് ടൈറ്റാണ്. അയ്യോ. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൻ്റെ ഈ ഭാഗം കൊണ്ടിട്ട് പിടുത്തമായിപ്പോയി. സ്മോൾ സൈസ് അല്ലേ, സോ അതുകൊണ്ടിട്ട് കുറച്ച് പിടുത്തമായിപ്പോയി. കുറച്ചല്ല, അത്യാവശ്യം പിടുത്തമായിപ്പോയി. ഒന്നെങ്കിൽ എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ടിടാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ആർക്കെങ്കിലും കൊടുക്കും കേട്ടോ. പക്ഷേ സംഭവം എനിക്ക് ആർക്കും കൊടുക്കാൻ തോന്നില്ല. കാശി ബേബി ബഹളം തുടങ്ങി. ആർക്കും കൊടുക്കാൻ തോന്നില്ല. കാര്യം നല്ല മെറ്റീരിയൽ. ഇതിൻ്റെ റേറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. മെറ്റീരിയലിൻ്റെ കാര്യം പറയാം. ഇതൊരു നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ, കുറച്ച് നോക്കിയൊക്കെ. അയ്യോ ഇല്ല, എനിക്ക് ഇറുക്കമായി പോവാതാ. നമ്മുടെ ഒരു വിഷയം സംഭവം കൊള്ളായിരുന്നു കേട്ടോ. ടോപ്പിന് അത്യാവശ്യം ലെങ്തൊക്കെ ഉണ്ട്. ഞാൻ പൊക്കി മുകളിൽ വെച്ചേക്കൊണ്ടിട്ടാണേ. അയ്യോ, നമ്മുടെ ഓർഗൻസ മെറ്റീരിയൽ ഉണ്ടല്ലോ, അതുപോലെ അതും ഒരു പോളിസ്റ്ററും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ പ്രിൻറ്റ്സ് വരുന്നുണ്ട്. ഇത് പ്രിൻ്റ് അല്ല, മെറ്റീരിയലിൽ തന്നെ വരുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ കണക്ക് ഞാൻ ഈ സ്മോൾ സൈസ് എടുത്ത് വെച്ചിട്ട് 4 മാസത്തിൽ കൂടുതൽ. ഓഗസ്റ്റിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പേ എടുത്ത് വെച്ചാണ്. ഇപ്പോഴാണ് വീഡിയോ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടായത്. അതുകൊണ്ടിട്ടാണ് എനിക്ക് ഇറുക്കമായി പോയത്. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ മെറ്റീരിയൽ സൂപ്പർ കുർത്തിയാണ് സംഭവം. കോളേജിലും ഓഫീസിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. റേറ്റ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. 300 സംതിങ് ആ ഒരു റേറ്റിൻ്റെ അകത്തേ ഉള്ളൂ. ഞാൻ ആ ഒരു റേറ്റ് നോക്കിയാണ് എടുത്തത് കേട്ടോ. എല്ലാം 400-ന് പുറത്തോട്ട് പോയിട്ടില്ല. 300-ൻ്റെ അകത്തുള്ള ഡ്രസ്സുകളാണ് എല്ലാം എടുത്തിട്ടുള്ളത്. 257 എന്തോ ആണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്കറിയാൻ വയ്യ. 350 ആ ഒരു റേറ്റിൻ്റെ അകത്ത് തന്നെയാണ് റേറ്റ് വരുന്നത്. ഈ 4 എണ്ണത്തിൻ്റെയും സൈഡിൽ ഞാൻ കൊടുക്കാം. മെറ്റീരിയലിൻ്റെ നെക്കിൻ്റെ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു ബട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും റൗണ്ട് നെക്ക് തന്നെയാണ് വരുന്നത്. ബാക്കിൽ ഒരുപാട് ഇറക്കമില്ല. പിന്നെ സ്ലീവ്സ് എനിക്ക് ലൂസാണ് കേട്ടോ, സ്മോൾ സൈസ് ആയതുകൊണ്ടിട്ടായിരിക്കും. സ്മോൾ സൈസ് ആണ്, എന്നാൽ പോലും കുറച്ച് ലൂസാണ്. പക്ഷെ കുഴപ്പമില്ല, വൃത്തികളൊന്നുമില്ല. ഇത് ഒരു എൽബോ സ്ലീവാണ് വരുന്നത്. സ്ലിറ്റഡ് ആണ്.
എനിക്ക് ഇറുക്കമായി വേണ്ടിയിട്ടാണ്, അല്ലാതെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇറുക്കമായിപ്പോയി. ഇനിയുള്ളത് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല. ഞാൻ ഇട്ടിരുന്ന പഴയ ഡ്രസ്സ് തന്നെ ഇടാം. ഇല്ലാതെ ബാക്കി ഡ്രസ്സൊന്നും എനിക്ക് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഇതാണ് വരുന്നത്. ഇനിയുള്ളതൊന്നും ഞാൻ ഇട്ട് കാണിക്കുന്നില്ല. ഈ 3-4 കൊണ്ട് എല്ലാം കൂടി ഊരി ഇടുമ്പോഴത്തേക്കും ഞാൻ കുഴയുകയും ചെയ്യും. എൻ്റെ പറ്റത്തില്ല. സോ ഞാൻ പോയിട്ട് ഞാൻ ആദ്യം ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് ഇതാ വരുന്നു. ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് നോക്കിയത്. അപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ സംഭവം. ഇതൊരു ബ്ലാക്ക് മെറ്റീരിയലാണ് വരുന്നത്. സ്മോൾ സൈസ് തന്നെയാണ് കേട്ടോ, കണ്ടോ? സൈസ് സ്മോൾ തന്നെയാണ്, പക്ഷേ എനിക്ക് കുറച്ച് ലൂസ് ആയതുകൊണ്ടിട്ടായിരിക്കാം. ഇത് കറക്റ്റാണ് സംഭവം. ഇത് കോട്ടൻ്റെ മെറ്റീരിയലാണ് വരുന്നത്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. എനിക്ക് കംഫർട്ടാണ് കേട്ടോ. ഭയങ്കര ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നല്ല രസമുണ്ട്, ഇടാനും കൊള്ളാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് എനിക്ക് 200 സംതിങ് എന്തോ ആയിരുന്നു തോന്നുന്നു. റേറ്റ് 300-ൻ്റെ അകത്ത് തന്നെയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇത് കുറച്ച് എന്താ ഒരു എൽബോ സ്ലീവ് അല്ല, എൽബോന്ന് കുറച്ചും കൂടെ ഇറക്കമുണ്ട്. ഒരു ഹാഫ് സ്ലീവ് അല്ലല്ലോ, എൽബോന്ന് കുറച്ചും കൂടെ ലെങ്തിൽ ചെയ്തേക്കുന്ന സ്ലീവാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫുള്ള് മുകളിൽ നിന്ന് താഴെ വരെയും കുറേ പോയിന്റിൽ മിറർ വർക്കുകളാണ് വരുന്നത്. അതുപോലെ ത്രെഡ് വർക്കിൽ തന്നെ മിററാണ് വരുന്നത്. ഈ ഒരു റേറ്റിന് ഭയങ്കര അഫോർഡബിളാണ്. നേരത്തെ കാണിച്ചായാലും ഇതായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിരുന്നാൽ മതി. ഞാൻ ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചിരുന്നാൽ മതി. ഓരോന്നിൻ്റെ കോഡോ ലിങ്കോ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സംഭവം ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. ഇടാനും ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കര നല്ല മെറ്റീരിയൽ കേട്ടോ. കോളേജിലായാലും സ്കൂളിലും ഓഫീസിലായാലും വേറെ പാർട്ടിക്കൊക്കെ പോകുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ്. ഈ ഒരു റേറ്റിന് ഭയങ്കര അഫോർഡബിളാണ്. സോ മിസ് ചെയ്യേണ്ട. ഇപ്പോഴും ഇതിൻ്റെ സെയിൽ നടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഓഗസ്റ്റിൽ ചെയ്തുകൊണ്ടിട്ട് ചിലതൊക്കെ ഐറ്റംസൊക്കെ തീർന്നു പോകില്ല. അങ്ങനെ തീർന്നു പോയിട്ടുണ്ടോയെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും തീർന്നിട്ടില്ല, എല്ലാം അതേ കണക്ക് തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിൻ്റെ മാത്രം റേറ്റിംഗ് കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ എടുത്ത 4ഉം നല്ല മെറ്റീരിയലുമാണ്, കാണാനും ഭംഗിയുണ്ട്, റേറ്റ് അഫോർഡബിൾ റേറ്റാണ്, മോഡലും കൊള്ളാം, മെറ്റീരിയലും കൊള്ളാം, എല്ലാത്തിനും എനിക്കിഷ്ടമായി. സോ നെക്സ്റ്റ് വൺ ഞാൻ ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇട്ടിട്ട് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ നോക്കണം. ഇതിൻ്റെ നെക്ക് പോർഷൻ വരുന്നത് ഒരു റൗണ്ട് വന്നിട്ട് ചെറിയൊരു വി പോലെയാണ് വരുന്നത്. ബാക്കിൽ റൗണ്ട് തന്നെയാണ് വരുന്നത്. സ്ലിറ്റഡ് ആണ്. ഞാൻ എടുത്തിട്ടുള്ള 4 കുർത്തീസും സ്ലിറ്റഡ് ആണ് വരുന്നത്. പിന്നെ ഇത് ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ. വേറെ കളേഴ്സ് അവൈലബിൾ ആണോ എന്ന് നോക്കിയാൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. വേറെ കളേഴ്സൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ നെക്സ്റ്റ് വൺ ഇട്ടിട്ട് ഇതാ വരും. അപ്പോൾ ഈ നെക്സ്റ്റ് വൺ ഇതാണ്. ഇതും കുറച്ച് ഒരു ഇറുക്കമുണ്ട് കേട്ടോ, ചെറിയ പിടുത്തമുണ്ട്. എനിക്ക് ചെസ്റ്റിൻ്റെ പോർഷനും അതുപോലെ തന്നെ വയറിൻ്റെ പോർഷനും ചെറുതായിട്ട് പിടുത്തമുണ്ട്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റിലെടുത്ത് വെച്ചാണ്. ഇപ്പോൾ വയറൊക്കെ വലുതായി, അതനുസരിച്ചിട്ട് എനിക്ക് പിടുത്തമുണ്ട്. പക്ഷേ സംഭവം എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ റേറ്റ് 320 എത്രാണ്ടോ 350 എത്രാണ്. സൈഡിൽ എന്തായാലും ഞാൻ റേറ്റ് കൊടുക്കാം കേട്ടോ. അന്നത്തെ റേറ്റ് ഞാൻ വാങ്ങിയ റേറ്റിനകത്തു നിന്നും വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെ റേറ്റ്. അതുകൊണ്ടിട്ടാണ് ഞാൻ സൈഡിൽ കൊടുക്കാമെന്ന് പറഞ്ഞത്. ആരാണ്ട് എന്നോട് പറഞ്ഞു ചേച്ചി കരിമണിയുടെ ചേരുന്നില്ല. സംഭവം ഇത് മംഗൾസൂത്രമാണ് കേട്ടോ. കരിമണിയൊന്നും ചേരുന്നില്ല ചേച്ചി, ഗോൾഡ് തന്നെയാണ് നല്ലതെന്ന്. എനിക്കും തോന്നി ഇത് ചേരുന്നില്ല എന്ന്. എൻ്റെ മറ്റേ മാല തന്നെയല്ലേ നല്ലത്. ഓക്കെ, ഇതിൻ്റെ 2 ലെയർ ചേരത്തില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഒറ്റ ലെയർ എടുത്തിട്ടത്. അപ്പോൾ അതും എനിക്ക് അത്ര അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, കൊള്ളില്ല. പോട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ നിങ്ങൾ കറക്റ്റ് സൈസ് അടിച്ചു കൊടുത്തെടുത്താൽ മതി. ഞാൻ ഇച്ചിരി വണ്ണം വെച്ചു, വയറും വെച്ചു, അതൊക്കെ കൊണ്ടിട്ടാണ് എനിക്ക് ഇത്ര ടൈറ്റ് ആയിരിക്കുന്നത്. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു റേറ്റിന് ഭയങ്കര അഫോർഡബിളാണ്. കാര്യം നമ്മൾ ഈ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ, അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്ലീവ് വരുന്നത് ഓർഗൻസയാണ്. ഇത് വരുന്നത് മെറ്റീരിയൽ എടുത്ത് ഇതിൻ്റെ ലൈനിങ് വരുന്നത് നല്ല ഒരു പോളിസ്റ്റർ മെറ്റീരിയലാണ് വരുന്നത്. സോ ലൈനിങ് ഒക്കെ എടുത്ത് സ്റ്റിച്ചിങ് ചാർജൊക്കെ കൊടുത്ത് മേടിച്ച് വരുമ്പോഴത്തേന് 500 രൂപ 700 രൂപ എന്തായാലും കയ്യിൽ നിന്ന് പോകും. സോ അതിലും നല്ലത് ഈ ഒരു ഐറ്റമാണ്. സംഭവം കോളേജിലും ഓഫീസിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ്. നെക്ക് പോർഷൻ വരുന്നത് കണ്ടോ. ഇത് ഒരു എങ്ങനെയാണ് പറയുന്നത്, എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. എന്തായാലും ഒരു വിയോ അല്ല, ഒരു എന്താ പറയുക, കുളമാക്കുന്നില്ല സംഭവം അതാണ്. ഇതിൻ്റെ കയ്യിൽ ഒരു സ്ലീവിൽ ഒരു ചെറിയ പഫൊക്കെ വരുന്നുണ്ട്. ഓർഗൻസയാണ്. ഈ ഒരു ഇടയ്ക്ക് ട്രെൻഡായിരുന്ന ഒരു മോഡലാണ്. സംഭവം ഇതിനകത്ത് അവൈലബിൾ ആണ്. അതും നല്ല ജോർജറ്റിൽ തന്നെയാണ് വരുന്നത്. അയ്യോ ഞാൻ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ ഇപ്പോൾ. പിന്നെ എന്താ പറയുക,
ലൈനിങ് ആയാലും എല്ലാം കൊള്ളാം. ഈ ഒരു റേറ്റിന് ഭയങ്കര അഫോർഡബിൾ ആണ്. 400 താഴെ ഉള്ളൂ റേറ്റ് വരുന്നത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ അതില്ലാന്നുണ്ടെങ്കിൽ ലിങ്കിൽ ടാഗ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നെക്സ്റ്റ് വൺ ഇട്ടിട്ട് ഇതാ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് വൺ ഇതാണ്. ഇത് ഞാൻ പറഞ്ഞ കണക്ക് കുറച്ച് ടൈറ്റാണ്. അത് വയറിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, അവിടെ കൊണ്ടിട്ട് ഇച്ചിരി ടൈറ്റാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. കളർ നല്ല കളറ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 538 സംതിങ് ആണ് കേട്ടോ. സോറി 358 സംതിങ് ആണ്. ഞാൻ അതിൻ്റെ എൻ്റെ ഫോൺ ഇവിടെ ഒരാൾ മമ്മി എടുക്കാം. എടാ ആരപ്പാ മമ്മി ടങ്കാണോ? ഇതിൻ്റെ നെക്ക് പോർഷൻ വരുന്നത് ഇത് എനിക്ക് ടൈറ്റ് ആയതുകൊണ്ടിട്ടാണ് കേട്ടോ കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവാത്തത്. സംഭവം നല്ല ഭംഗിയാണ്. മെറ്റീരിയൽ വരുന്നത് ഓർഗൻസ മെറ്റീരിയലാണ്. ചെറിയൊരു പഫ് സ്ലീവാണ് വരുന്നത്. ഇതിൻ്റെ വേറെ കളറൊന്നും ഇല്ല കേട്ടോ. ഈ ഒരൊറ്റ കളറേ ഉള്ളൂ. നല്ല രസമുണ്ട്, ഇടാനും സുഖമാണ്. ലൈനിങ് വരുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് വരുന്നത്. മെറ്റീരിയലും കൊള്ളാം, സ്റ്റിച്ചിങ്ങും കൊള്ളാം. നെക്ക് പോർഷൻ വരുന്നത് ചെറിയൊരു കട്ടോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. സ്റ്റാൻഡിൽ പിടിക്കാനുള്ള വികൃതികൾ കാണിച്ചാ എൻ്റെ കുഞ്ഞൻ. ടാറ്റ. ആരാത്? ചക്കര കുഞ്ഞൻ. ഇത് ചക്കര കുഞ്ഞനാ. അപ്പം ഇനിയിപ്പോൾ എന്താ പറയുക, അപ്പം ഏതിൻ്റെയെങ്കിലും ഈ 4 ഏതിൻ്റെയെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. 4 കൊള്ളാം. 4 എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായി എന്ന് പറയാം കേട്ടോ. എനിക്ക് കൂടുതലും ഇഷ്ടമായ ആ ബ്ലാക്ക് ഉണ്ടല്ലോ, ഞാൻ സെക്കൻഡ് ലാസ്റ്റ് ഇട്ടോന്നില്ലേ, നേരത്തെ ഇട്ടില്ലേ അത്, ആ പഫ് സ്ലീവ് ഉള്ളത്, റെഡ് കളറിലെ പഫ് ഉള്ളത്, അതാണ് ഈ 4 എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ടാറ്റ. പിന്നെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഞാൻ അതനുസരിച്ച് മമ്മിക്ക് നോമ്പുണ്ടാ ഞാൻ അതനുസരിച്ച് മേടിച്ചിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ. ടാറ്റ പറ. ടാറ്റ പറ ബേബി.